ഞാൻ ഈ പറഞ്ഞത് പച്ചയായ നുണപ്രചരണത്തിന്റെ വക്താക്കളാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് എക്കാലവും നമ്മൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ നമ്മോട് പറയുന്നത്, കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ നമ്മോട് പറയുന്നത്, ഫലപ്രദമായി നുണ പറയാൻ കഴിയുന്നവൻ പഞ്ചായത്ത് മെമ്പറാവുമെന്നാണ്. ഇങ്ങനെ പറയുന്നത്, ഫലപ്രദമായി നുണ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ ജയിച്ചിരിക്കും. നമ്മൾ സത്യസന്ധമായി മാന്യമായി, കോൺഗ്രസ്സുകാരുണ്ട് പറഞ്ഞതാണ്, അവരുടെ ശൈലി അതാണ്. നമ്മൾ നാട് മുഴുവൻ നന്നാക്കി, നാട് മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിച്ച്, വികസനത്തിൻ്റെ വെളിച്ചമെത്തിച്ച് എല്ലാ കുടുംബങ്ങളിലും ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തി എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടണ്ടേ, ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? ഇപ്പം നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യമുണ്ടല്ലോ, യാതൊന്നും ചെയ്യാതെ ഒരു ദിവസം രാവിലെ രംഗത്ത് വരുന്നു, നല്ല ഉടുപ്പുമിട്ട് രംഗത്തിറങ്ങുകയാണ്. പച്ചയായി ഗവൺമെൻറ്റും പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നു, കുറച്ച് ജാതി മതം പ്രചരിപ്പിച്ചു കൊടുക്കുന്നു, ഫലപ്രദമായി നുണ പ്രചരിപ്പിക്കുന്നു. അവൻ ജയിച്ചു വരുന്നു. അവൻ ജയിച്ചു വരുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ പലരുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലി ഇതാണ് എന്നുള്ള കാര്യം മറന്നുപോയത്. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായി സംസാരിക്കാൻ, ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 വികസന മുന്നേറ്റ ജാഥകൾ തീരുമാനിച്ചത്.